നമസ്കാരം. രാഹുൽ ഗാന്ധി ഇതുവരെ കളിച്ച കളികളല്ല ഇനി മുന്നോട്ടുണ്ടാവുക. ഓരോ ദിവസവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത മുഖം കൊണ്ടുവന്ന് തിളങ്ങി നിൽക്കുന്ന കോൺഗ്രസിന് പുതിയ പ്രതിച്ഛായ നൽകാൻ വേണ്ടി രാഹുലിൻ്റെ തിരഞ്ഞെടുപ്പ് ടീമിലേക്ക് മൻമോഹൻ സിംഗ് കൂടി വരികയാണ്. ഇന്ത്യ കണ്ട, ലോകം കണ്ട സാമ്പത്തിക വിദഗ്ധന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരാൾ കൂടി രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ടീമിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വേറിട്ട കുറച്ച് ചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇക്കൂട്ടർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2015 മുതൽ സോണിയാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങൾക്കും നിർദ്ദേശം ആരാഞ്ഞിരുന്നത് മൻമോഹൻ സിംഗിൽ നിന്നായിരുന്നു. അതായത് അതിൽ നിന്ന് ഏറ്റവും ഉദാഹരണമായി എടുക്കേണ്ടത് മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്തപ്പോൾ അവിടെയുള്ള കർഷക ബാധ്യതകളെ എഴുതി തള്ളുമ്പോൾ അത് സർക്കാരിനെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ള ഒരു കണക്ക് കൂട്ടലുകൾക്ക് വ്യക്തമായ ഉത്തരം നൽകി അത് പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുത്തതും അണിയറയിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. അണിയറയിൽ പ്രവർത്തിച്ച് മികവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന മൻമോഹൻ സിംഗിനെ ഇപ്പോൾ നേതൃത്വ നിരയിലേക്ക് തന്നെ കൊണ്ടുവരാനാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ നീക്കം. തിരഞ്ഞെടുപ്പിലെ പുതിയ ടീമിനെ ഉയർത്തിപ്പിടിച്ച് BJPക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്ന രാഹുൽ ഗാന്ധിക്ക് മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ കരുത്ത് ചെറിയ രീതിയിലൊന്നുമായിരിക്കില്ല ഊർജം നൽകുക. സാമ്പത്തിക തന്ത്രങ്ങളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി തിരഞ്ഞെടുപ്പുകളിലേക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ GST പോലെയുള്ള സമ്പ്രദായങ്ങൾക്ക് മറുപടി കൊടുത്ത് അതിനെ ഏത് രീതിയിൽ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം മൻമോഹൻ സിംഗ് ഇനി കൂടെ നിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എക്കാലത്തുമില്ലാത്ത നേട്ടം ഇപ്രാവശ്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ നിലനിന്നിരുന്നു. നോട്ട് നിരോധനമടക്കം GST അടക്കമുള്ള വിഷയങ്ങൾ എടുത്തുന്നയിക്കപ്പെടുമ്പോൾ കോൺഗ്രസിന് അതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ അണിയറയിൽ സാമ്പത്തിക നയതന്ത്രജ്ഞന്റെ ആവശ്യം അനിവാര്യമാണ്. ആ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് ടീമിലേക്ക് മൻമോഹൻ സിംഗിനെ രാഹുൽ ഗാന്ധി വിളിക്കുന്നത്. നിലവിൽ സോണിയാഗാന്ധിയുടെ ആരോഗ്യനില പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരു സാമ്പത്തിക ഉപദേശകനെ ടീമിൽ ലഭിക്കുക, അല്ലെങ്കിൽ കൂടെ നിന്ന് ഉപദേശം നൽകുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ്. പക്ഷേ 2015 മുതൽ മൻമോഹൻ സിംഗ് രാഹുൽ ഗാന്ധിയുടെ കൂടെയുണ്ടെങ്കിലും 2017 മുതൽ മൻമോഹൻ സിംഗ് യഥാർത്ഥ രീതിയിലുള്ള ഒരു നേട്ടം കൊയ്തെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കണക്കുകൾ നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് 2017 മുതൽ 2019 വരെയുള്ള രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നിർദ്ദേശങ്ങൾ തന്നെ എടുത്തു പറയണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിലെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നുണ്ടെങ്കിൽ ആ കടങ്ങൾക്ക് ഒരു പരിഹാരം കൊണ്ടുവരണം. അത് സർക്കാരിന് ബാധ്യതയായി മാറാൻ വേണ്ടി പാടില്ല. അതിന് തക്കതായിട്ടുള്ള നിർദ്ദേശം ലഭിക്കണം. അത് എങ്ങനെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. അവിടെയാണ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി പരിഹരിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് അന്താരാഷ്ട്ര ലെവലിൽ തന്നെ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയതന്ത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയതന്ത്രജ്ഞങ്ങളെ എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള നിലപാട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ടീമിലേക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ ഗുണം നൽകാൻ പറ്റും. അത് NDA സർക്കാരിൻ്റെ പുതിയ സാമ്പത്തിക നടപടികളെ ഏത് രീതിയിൽ എതിർത്ത് അതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളത് മൻമോഹൻ സിംഗിൽ നിന്ന് വ്യക്തമായി കോൺഗ്രസിന് ലഭിക്കും. ഇത് കോൺഗ്രസിന് പുതിയ ഊർജം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.